മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. അത്യാധുനിക മെഡിക്കൽ ലാബോറട്ടറി, ECG, ഒബ്സർവേഷൻ യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ വിദഗ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. കനത്ത ചൂട്, മാർഗനിർദ്ദേശ പട്ടികയുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലുമായി ക്രമീകരിക്കണം. ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടാതിരിക്കാൻ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, മോര്, നാരങ്ങ തുടങ്ങിയവ നല്ലതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കുട്ടികൾക്കിടയ്ക്കിടയ്ക്ക് വെള്ളം നൽകണം. തുടർച്ചയായി വെയിലേറ്റാൽ സൂര്യാഘാതമോ സൂര്യതാപമോ ഉണ്ടാകുവാനിടയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. കൂടാതെ കനത്ത ചൂടിൽ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ KR സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചൂട് വളരെ കൂടി വരികയാണ്. അപ്പോൾ താപനില 36-39 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സൂര്യതാപം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇപ്പോൾ തരാൻ പോകുന്നത്. നമുക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് കൂടുതലായിട്ട് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അധികവും പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മുതിർന്നവരും, അതായത് പ്രായമേറിയവരും, കുട്ടികൾ, മറ്റ് അസുഖങ്ങളുള്ളവർ അധികം ആ സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഇത്രയും ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതകളും അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ കുട ഉപയോഗിക്കുക, തൊപ്പി, അതുപോലെ സൂര്യതാപം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പ്രത്യേകിച്ചും എടുക്കുക. അതുപോലെ തന്നെ സൂര്യതാപത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുക നല്ല ക്ഷീണം, ദാഹം തോന്നും, അതുപോലെ തന്നെ തലചുറ്റുക, മനം പുരട്ടുക, ഛർദ്ദിക്കുക, കുഴഞ്ഞു വീഴുക തുടങ്ങിയ ലക്ഷണങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ഒരു തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക. അവർക്ക് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ചും നമ്മൾ ORS, ഉപ്പിട്ട നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ കരിക്കും വെള്ളം, അങ്ങനെയുള്ള പാനീയങ്ങളാണ് കൂടുതലായിട്ട് കുടിക്കേണ്ടത്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പൊള്ളലുകളോ മറ്റോ വരികയാണെങ്കിൽ അതിനുവേണ്ട ചികിത്സ എത്രയും വേഗം തന്നെ സ്വീകരിക്കുക. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കുക. ദേഹത്ത് തണുത്ത വെള്ളത്തിൽ തുണി അല്ലെങ്കിൽ സ്പോഞ്ച് മുക്കി തുടയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ ഫോഴ്സോടുകൂടി വെള്ളം സ്പ്രേ ചെയ്യുക. അപ്പോൾ ശരീരത്തിന് പെട്ടെന്ന് തന്നെ തണുപ്പ് കിട്ടാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് CCV.